ഹൈറേഞ്ചിൽ തെങ്ങുകൾക്ക് വിവിധ രോഗങ്ങൾ ബാധിച്ചപ്പോൾ കുരുത്തോല ശേഖരണം പ്രതിസന്ധിയിലായി. ഇത് മനസ്സിലാക്കിയ മോഹനൻ തന്റെ പുരയിടത്തിലെ 23 തെങ്ങുകളിൽ നിന്ന് ഓല ശേഖരിച്ച് പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 8 വർഷമായി ഇതിപ്പോൾ തുടരുന്നു. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയാണ്. ഇത് പള്ളിയിൽ ചെന്ന് വെഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാം. ഓശാന ദിനത്തിന് മുന്നോടിയായി ശനിയാഴ്ച തന്നെ മോഹനൻ ഓലകൾ വെട്ടിയൊരുക്കി ദേവാലയത്തിലെത്തിക്കും. 1000-ലധികം കുടുംബാംഗങ്ങളുള്ള ദേവാലയത്തിൽ 5000-ലധികം ഓലകളാണ് ഓശാന ദിനം ആവശ്യമായി വരിക. മനുഷ്യരെല്ലാവരും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും കരുതലിലും സ്നേഹത്തിലും ജീവിക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥായിയായിട്ടുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു സജീവമായുള്ള ഭാഗഭാഗിത്വമാണ് ശ്രീ മോഹനൻ്റെ ഭാഗത്തു നിന്നും ഈ 8ാം വർഷവും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. രാജാക്കാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മോഹനൻ സമീപത്തുള്ള ജോസ്ഗിരി ദേവാലയത്തിലേക്കും ആവശ്യമായ കുരുത്തോലകൾ നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.